ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. അപ്പോൾ ഡിസൈനേഴ്സായിട്ടുള്ള ആൾക്കാർക്ക്, അത് പ്രത്യേകിച്ചും ഗ്രാഫിക് ഡിസൈനിങ്ങിലും UX-ലും അതുപോലെ തന്നെ മോഷൻ ഡിസൈനിങ്ങിലും ഒക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, അവർക്ക് വർക്ക് ഫ്രം ഹോം ആയിട്ടും അതുപോലെ തന്നെ ഓഫീസിലെ ഡയറക്റ്റ് ജോബായിട്ടും അതുപോലെ തന്നെ പുതുതായി വരുന്ന ആൾക്കാർക്ക് ഇൻറ്റേൺഷിപ്പ് എന്ന നിലയിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ജോബുകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ലെൻസ്കാർട്ട് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് റിമോട്ടായിട്ട് ഒരു പ്രോഡക്റ്റ് ഡിസൈനർ വേക്കൻസി വന്നിട്ടുണ്ട്. വളരെ അമേസിംഗ് ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ UX-ഉമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന വളരെ മികച്ച ഒരു ടീം തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ ലെൻസ്കാർട്ട് എന്ന് പറയുന്നത്. അതെന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു അസൈൻമെൻറ്റ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ യൂട്യൂബ് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അസൈൻമെൻറ്റ് അസൈൻ ചെയ്യുന്ന ഇദ്ദേഹം രമണിക് പവേക്കർ എന്ന് പറയുന്ന ഈ വ്യക്തി എൻ്റെ കൂടെ ഏകദേശം 3-4 വർഷത്തോളം വർക്ക് ചെയ്തിരുന്നൊരു വ്യക്തിയാണ്. ബോംബെയിലാണ്. അപ്പോൾ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ അദ്ദേഹം കറൻ്റ്ലി ഇപ്പോൾ ഈ 2022 മറ്റൊരു കമ്പനിയിലേക്ക് മാറിയെങ്കിലും ലെൻസ്കാർട്ട് എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ച് ഭയങ്കരമായിട്ടുള്ള അഭിപ്രായമാണ് അദ്ദേഹത്തിന്. കാരണം വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ UX ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടീമിനെ അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് റിമോട്ട് ജോബും കൂടെയാണ്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും എല്ലാ ഡിസൈനേഴ്സും UX-ൽ നിൽക്കുന്ന ആൾക്കാർ ഒന്ന് അപ്ലൈ ചെയ്തുകൊണ്ട് ട്രൈ ഔട്ട് ചെയ്യണം. അത്തരത്തിലുള്ള ഒരു മികച്ച ടീമിലെ ഭാഗമാകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഒരുപാട് നല്ല രീതിയിലൊരു കരിയർ സെറ്റ് ചെയ്യാനും സഹായിക്കും. അപ്പോൾ ഈ ലെൻസ്കാർട്ടിലെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ആദ്യം എടുത്തു പറയുന്നത്. ഇതിൻ്റെ എല്ലാ ഓപ്പർച്യൂണിറ്റീസുകളുടെ ലിങ്കുകൾ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിന്നും അപ്ലൈ ചെയ്യാം. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഗ്രാഫിക് ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമാണ്. അത് ഹിന്ദുസ്ഥാൻ ടൈംസ്, അറിയാമല്ലോ, ഹിന്ദുസ്ഥാൻ ടൈംസ് മീഡിയ എന്ന് പറയുന്നത് ഇന്ത്യയിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. അവിടെ നിങ്ങൾക്ക് ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചിറങ്ങിയ ആൾക്കാർക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാനുള്ള വളരെ മികച്ചൊരു അവസരമാണിത്. ഇത് നിങ്ങൾക്ക് ഓഗസ്റ്റ് 4 വരെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. 6 മന്താണ് അവർ അതിൻ്റെ ഡ്യൂറേഷൻ പറയുന്നത്. വളരെ ഇമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ജോയിനിങ് ആണ് അവർ അവകാശപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ 15,000 പെർ മന്ത് സ്റ്റൈപ്പൻഡ് കിട്ടുന്ന ഈ ഒരു ഗ്രാഫിക് ഡിസൈൻ വേക്കൻസിയിൽ ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് നല്ല രീതിയിൽ പഠിച്ചിറങ്ങിയിരിക്കുന്ന പുതുതായിട്ടുള്ള ആൾക്കാർക്ക് നല്ല ഏകദേശം ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെയുള്ള ഒരു വർക്ക് സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു നല്ലൊരു ഇൻറ്റേൺഷിപ്പ് കിട്ടാൻ സഹായിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഗ്രാഫിക് ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയിട്ട് ഈ ഒരു അവസരത്തെ പ്രയോജനപ്പെടുത്താം. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മോഷൻ ഗ്രാഫിക്സുമായിട്ട് ബന്ധപ്പെട്ട വയോകോം 18 മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഒരുപാട് വീഡിയോ അഡ്വർടൈസ്മെൻറ്റ്സുകളായാലും മൂവി റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളും മറ്റുമൊക്കെ ചെയ്യുന്ന വളരെ മോഷൻ ഗ്രാഫിക്സിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. അവിടെ നിങ്ങൾക്ക് മോഷൻ ഗ്രാഫിക്സിൽ ടച്ചുള്ള ആൾക്കാർക്ക് ആഫ്റ്റർ എഫക്ട്സും മറ്റുള്ള വീഡിയോ പരമായിട്ടുള്ള പ്രീമിയർ തുടങ്ങിയ അനിമേഷൻ ലെവലിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന മോഷൻ ഗ്രാഫിക്സിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് നിങ്ങൾക്കിവിടെ 10,000 രൂപ സ്റ്റൈപ്പൻഡോടുകൂടി ഒരു 6 മന്ത് ഡ്യൂറേഷനിലുള്ള ഒരു ഇൻറ്റേൺഷിപ്പാണ് ലഭിക്കുന്നത്. അത് 2 വരെയാണ്, ഓഗസ്റ്റ് 2 വരെയാണ് ഇതിന് അപ്ലൈ ചെയ്യാനുള്ള സമയം, അതായത് നാളെയാണ്. അപ്പോൾ ഇന്ന് തന്നെ വീഡിയോ കാണുന്നവർ ഇത്തരത്തിൽ ആവശ്യകതയുള്ള ആൾക്കാർ ആരുണ്ടെങ്കിലും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ വല്ലതും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയോകോം 18 മീഡിയ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു കമ്പനിയാണ്. ഇതുപോലുള്ള ഓർഗനൈസേഷൻസുകളിൽ നമുക്ക് ഇതുപോലൊരു ഇൻറ്റേൺഷിപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുള്ളാണ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വിഷ്വൽ സ്റ്റോറി ടെല്ലർ ഓപ്പർച്യൂണിറ്റിയാണ്. ദ ബെറ്റർ ഇന്ത്യ എന്ന് പറയുന്നൊരു ഓർഗനൈസേഷൻ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. അവിടെ നിങ്ങൾക്ക് ഒരു സ്റ്റോറി ടെല്ലറായിട്ട്, അതായത് നിങ്ങൾക്ക് എങ്ങനെയാണ് കൂടുതൽ വീഡിയോ പ്രൊഡക്ഷനിലുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റിംഗ് ലെവലിലുള്ള അനിമേഷൻ രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള സ്റ്റോറി ടെല്ലിംഗ് പൊസിഷൻ, അത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ ഇനി ഫ്യൂച്ചറിലും അവകാശപ്പെടുന്നൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് വിഷ്വൽ സ്റ്റോറി ടെല്ലർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അവിടെ ഫുൾ ടൈം ജോബായിട്ടാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇത്തരം സ്റ്റോറി ടെല്ലിംഗ് ടെൻഡൻസി അല്ലെങ്കിൽ ഇത്തരത്തിൽ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ക്രിയേറ്റീവ് പീപ്പിൾസിന് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വളരെ മികച്ചൊരു ഓർഗനൈസേഷനാണ് ദ ബെറ്റർ ഇന്ത്യ എന്ന് പറയുന്നത്. അവിടെ അപ്ലൈ ചെയ്തുകൊണ്ട് നല്ലൊരു വിഷ്വൽ സ്റ്റോറി ടെല്ലറായി മാറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ടീച്ച് ഫോർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഇതായിട്ട് ഒരു ഇൻറ്റേൺസ് ലെവൽ അപ്ലൈ ചെയ്യാനുള്ള, ഏതെങ്കിലും നിങ്ങൾ വിഷ്വൽ മീഡിയോ മറ്റൊക്കെ പഠിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ഇൻറ്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് ടീച്ച് ഫോർ ഇന്ത്യ എന്ന് പറയുന്നത്. ഇവിടെ നേരത്തെ പോലെ ഇവിടെ സ്റ്റൈപ്പൻഡോ മറ്റ് ഫിനാൻഷ്യലായിട്ടുള്ള ഇൻകമോ ഒന്നും ഇവിടെ നിന്ന് ലഭിക്കുന്നില്ല. പക്ഷേ ടീച്ച് ഫോർ ഇന്ത്യയിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് റിസർച്ച് ചെയ്യാനും ഒരുപാട് ഡാറ്റ അനലിസ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത്തരത്തിൽ ഒരു മീഡിയ ലെവലിലും അല്ലെങ്കിൽ ഒരു റിസർച്ചിങ് ലെവലിലൊക്കെ ചിന്തിച്ച് ഒരു തുടക്കക്കാർക്ക് അല്ലെങ്കിൽ ഒരു പേയ്മെൻറ്റ് ആഗ്രഹിക്കാതെ, അതായത് ഒരു സ്റ്റൈപ്പൻഡ് ആഗ്രഹിക്കാതെ നല്ലൊരു ഇൻറ്റേൺഷിപ്പാണ് ആഗ്രഹിക്കുന്നത്, ഒരു മികച്ചൊരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി പ്രയോജനപ്പെടുത്താം. അത്തരത്തിലുള്ള ആൾക്കാർക്കും ഈ ഒരു ലിങ്ക് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിലൂടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളെപ്പോഴും ഓർത്തിരിക്കുക, ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ഇൻറ്റേൺഷിപ്പ് കിട്ടുമോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ ചാറ്റ് ചെയ്യാറുണ്ട്. അവരോടെല്ലാം എനിക്ക്
എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളത്, ഈ ഇന്റേൺശാല എന്ന് പറയുന്ന വെബ്സൈറ്റ് വളരെ നല്ലൊരു വെബ്സൈറ്റാണ്. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങളുടെ ലൊക്കേഷൻസുകൾ ചൂസ് ചെയ്യാം. അതുപോലെ വർക്ക് ഫ്രം ഹോം വേണോ, എന്ത് വേണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലൊക്കേഷൻ സെലക്ട് ചെയ്തുകൊണ്ട്, കൂടുതൽ എനിക്ക് തോന്നുന്നു കേരളത്തിന് പുറത്താണെങ്കിൽ പോലും ബാംഗ്ലൂർ, ബോംബെ അതുപോലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു രീതിയിലും വർക്ക് ഫ്രം ഹോം ആയിട്ടും അല്ലാതെയൊക്കെയുള്ള ഇൻറ്റേൺഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു വെബ്സൈറ്റ് ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇന്ന് ഇന്ത്യയിൽ ഒരുപാട് കമ്പനികളിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത് ഈ ഒരു വെബ്സൈറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിനെ കൂടി പുതുതായി വരുന്ന ആൾക്കാർക്ക് വേണ്ടി ഒന്നും കൂടെ പറയുകയാണ്. ഞാൻ നേരത്തെ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഒന്നും കൂടി ഇതിനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. കാരണം ഇതിലൂടെ ഒരുപാട് ആൾക്കാർ പല കമ്പനികളിലും ഇൻറ്റേൺഷിപ്പ് ഇപ്പോൾ വീട്ടിലിരുന്ന് തന്നെ റിമോട്ട് ജോബായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതുതായി വരുന്ന ആൾക്കാർ ഈ ഒരു വെബ്സൈറ്റിനെ കുറച്ചും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ തൽക്കാലം നിർത്താം. എന്തായാലും എല്ലാ ഓപ്പർച്യൂണിറ്റീസുകളും നിങ്ങൾക്ക് ഫിറ്റ് ആകുന്നെങ്കിൽ മാക്സിമം ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഫിറ്റ് ആവുന്നുണ്ടെങ്കിൽ ദയവ് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എന്തായാലും ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.